ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഞങ്ങളെ യാത്ര വീട്ടിനടുത്തുള്ളൊരു ശിവക്ഷേത്രത്തിലേക്കാണ്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല, വീട്ടിനടുത്തുള്ള ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വയലിലൂടെ എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾക്ക് റോഡിലൂടെ വഴിയുണ്ട്. രാത്രിയൊക്കെ പോകുന്നതെങ്കിൽ ഞങ്ങൾ റോഡ് വഴിയാണ് പോകാറ്, വയലിലൂടെ വരാറില്ല. കുറുക്കന്മാരൊക്കെ ഉണ്ടാവാറുണ്ട് ഇവിടെ. അതുകൊണ്ട് മറ്റേ നമുക്ക് ഭയങ്കര ദൂരമാണ് റോഡ്. അതുകൊണ്ട് തന്നെ ഇത് ഷോർട്ട് കട്ട് ആയതുകൊണ്ട് ഞങ്ങൾ ഉച്ച സമയമായതുകൊണ്ടും ഞങ്ങൾ ഇതിലൂടെയാണ് വന്നത്. അയരുന്ന പാവടയും ബ്ലൗസൊക്കെ ഇട്ട് ഒരു പെൺകോലത്തിലാണ് ഇന്നുള്ളത്. അല്ലെങ്കിൽ ആൺകുട്ടീനെ പോലെ ട്രൗസറും ബനിയനും ഒക്കെ ഇട്ടിട്ട് അവൾ നടക്കാറ്. അങ്ങ് കാണുന്നതാണ് പടികളാണ്. ഇത് കുറച്ചധികം കയറാനുണ്ട്. ഇന്ന് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന സമയത്തേക്ക് കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞായിരുന്നു. നാളെ കഴിയുന്നതുകൊണ്ട് നാളെ പരിപാടിയൊക്കെ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയായിട്ട് നല്ല ആളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആക്കിയിട്ടാണ് പോയത്. കാരണം ഫുഡൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ കുറേ നേരം നിൽക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. ഞങ്ങൾ പോകുമ്പോഴേക്ക് നടയൊക്കെ അടച്ചിരുന്നു. അതുകൊണ്ട് ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാനൊന്നും കഴിഞ്ഞില്ല. പുറത്തുനിന്ന് പ്രാർത്ഥിച്ച് വരിക ചെയ്തത്. അവിടുന്ന് ഞങ്ങൾ കാലൊക്കെ കഴുകി പിന്നെ നേരെ പുറത്തുനിന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോയി. ചോറും സാമ്പാറും വറവും അച്ചാറും പായസവും ഒക്കെ ഉണ്ടായിരുന്നു. അയര കുറച്ചേ കഴിച്ചുള്ളൂ. അയര പായസമാണ് പിന്നെ കുടിച്ചത്. ചോറ് കുറച്ച് തിന്നു, എന്നിട്ട് പായസവും കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം പുറത്തുള്ള സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഒരു മാംഗോ ബാറൊക്കെ കുടിച്ച് മെല്ലെ നടന്നു. ഇത് ഞങ്ങൾ ദീപേച്ചിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവരെപ്പോഴും നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാലും അയരക്ക് മിഠായി വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ടാവും. അത് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അയര പെട്ടെന്ന് ഓടിപ്പോവും. അങ്ങനെ അവരോടൊക്കെ കുറച്ചിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഒക്കെ മിഠായിയൊക്കെ കൊടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞ് അവർ വത്തക്ക കൊണ്ടുവന്നു, അത് തിന്നു. അങ്ങനെ അവരോട് കുറച്ച് വർത്താനം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇനി വീട്ടിലേക്ക് പോകുന്നതാണിത്. ഞങ്ങളെല്ലാവരും ഷോർട്ട് കട്ട് പോകുന്നത് കൊണ്ട് ഇങ്ങനത്തെ വഴികളാണ് അധികം ഉണ്ടാകുക. അതിലെ പോകുന്ന വഴിക്കുള്ള കമ്പ് മുഴുവൻ പെറുക്കി കൈ പിടിച്ചിട്ടുണ്ട്. ഭയങ്കര വെയിലായിരുന്നു, അതുകൊണ്ടാണ് ഷാളൊക്കെ ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ വീട്ടിലെത്തി. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ടാറ്റാ, ബൈ ബൈ.